എന്താണ് പ്രിയോണുകൾ അഥവാ പ്രിയോൺസ്? സസ്തനികളിൽ പകരുന്ന സ്പോഞ്ചിഫോം എൻസെഫലോപ്പതികൾ അഥവാ പ്രിയോൺ രോഗങ്ങൾക്ക് പ്രാഥമികമായി കാണപ്പെടുന്ന പ്രോട്ടീൻ സ്വഭാവമുള്ള പകർച്ചവ്യാധി കണികകളാണ് പ്രിയോണുകൾ അഥവാ പ്രിയോൺസ്. പ്രിയോൺ എന്ന പദം പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് കണിക എന്നതിൽ നിന്നാണ് വന്നത്. വൈറസുകൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ തുടങ്ങിയ മറ്റ് പകർച്ചവ്യാധി ഏജന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രിയോണുകളിൽ ന്യൂക്ലിക് ആസിഡുകൾ, DNA അല്ലെങ്കിൽ RNA അടങ്ങിയിട്ടില്ല. പ്രിയോണുകൾ പ്രധാനമായും മേജർ പ്രിയോൺ പ്രോട്ടീൻ്റെ വളച്ചൊടിച്ച ഐസോഫോമുകളാണ്. ഇത് അനിശ്ചിതമായ പ്രവർത്തനമുള്ള സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രോട്ടീനാണ്. ആടുകളിലെ സ്ക്രാപ്പി, മാനുകളിലെ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ്, കന്നുകാലികളിലെ ബ്രോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, മനുഷ്യരിൽ ക്രൂട്സ്ഫെൽസ് ജാക്കോബ് ഡിസീസ് എന്നിവയുടെ പ്രധാന കാരണമാണ് പ്രിയോണുകൾ. സസ്തനികളിൽ അറിയപ്പെടുന്ന എല്ലാ പ്രിയോൺ രോഗങ്ങളും തലച്ചോറിൻ്റെയോ മറ്റ് നാഡികളുടെയോ ഘടനയെ ബാധിക്കുന്നു. ഈ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയില്ല. മാത്രമല്ല, ഇത് മാരക രോഗവുമാണ്. തെറ്റായി മടക്കിയ പ്രോട്ടീനുകൾ അൾസിമേഴ്സ് രോഗം, പാർക്കിൻസൺസ് രോഗം, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് പോലുള്ള മറ്റ് ന്യൂറോഡിജനറേറ്റീവ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയോണുകൾ ആന്തരികമായി ക്രമരഹിതമായ ഒരു തരം പ്രോട്ടീനാണ്. ഇത് മറ്റൊരു പ്രോട്ടീൻ പോലുള്ള ഒരു പ്രത്യേക പ്രോട്ടീനുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായി ഘടനയിൽ മാറ്റം വരുന്നു. ഒരു പ്രിയോൺ അതേ ഘടനയിൽ മറ്റൊന്നുമായി ബന്ധിക്കപ്പെട്ടാൽ അത് സ്ഥിരത കൈവരിക്കുകയും ഒരു ഫൈബ്രിൻ രൂപപ്പെടുകയും ചെയ്യും. ഇത് അമിലോയിഡുകൾ എന്നറിയപ്പെടുന്ന അസാധാരണ പ്രോട്ടീൻ അഗ്രഗേറ്റുകളിലേക്ക് നയിക്കുന്നു. അമിലോയിഡുകൾ രോഗബാധിതമായ കലകളിൽ അടിഞ്ഞുകൂടുകയും ഇത് നാശത്തിനും കോശമരണത്തിനും കാരണമാകുകയും ചെയ്യുന്നു.